കഴിഞ്ഞ ദിവസം ഇസ്രയേൽ സംഘം കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഇസ്രയേലിനെ തന്നെ നേരിട്ട് ആക്രമിക്കാനുള്ള ഉത്തരവാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമൈനി ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. ഒരു കാരണവശാലും ഇസ്രയേൽ ഇനി ഒരു നിമിഷം പോലും സമാധാനമായി മുന്നോട്ട് നീങ്ങാൻ പാടില്ല. ഇസ്രയേലിന്റെ നേതാവിനെ വളരെ വേഗത്തിൽ തലയറുക്കുക എന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. റവല്യൂഷണറി ഗാർഡിലെ 2 അംഗങ്ങൾ ഉൾപ്പെടെ 3 ഇറാനിയൻ ഉദ്യോഗസ്ഥരെ വ്യക്തമാക്കിക്കൊണ്ടാണ് ന്യൂയോർക്ക് ടൈംസ് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഹനിയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ ഇന്നലെ രാവിലെ ഇറാന്റെ സുപ്രീം ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ അടിയന്തര യോഗത്തിൽ ഖമൈനി ഇങ്ങനെ ഉത്തരവിടുകയാണ് ചെയ്തത്. ഹനിയുടെ രക്തത്തിന് പകരം ചോദിച്ചിരിക്കും. ആ പകരം ചോദിക്കേണ്ട കടമ തങ്ങൾക്ക് തന്നെയാണുള്ളത്. കൊലപാതകം നടന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ മണ്ണിലാണ്. അതുകൊണ്ട് തന്നെയാണ് പകരം വീട്ടാനായി തങ്ങൾ തന്നെ നേരിട്ടിറങ്ങുന്നതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതികഠിനമായ ശിക്ഷ ഏറ്റുവാങ്ങാൻ ഇസ്രയേൽ സ്വയം തന്നെ ഒരു വേദി ഒരുക്കിയിരിക്കുന്നു, അതിന് അവസരം സൃഷ്ടിച്ചിരിക്കുന്നുവെന്നാണ് പ്രസ്താവനയിലൂടെ ഖമൈനി വ്യക്തമാക്കിയിരിക്കുന്നത്. ഹനിയയുടെ കൊലപാതകത്തിൽ ഇറാൻ എത്രത്തോളം അതിശക്തമായി തിരിച്ചടിക്കാൻ കഴിയുമോ അത്രയധികം ശക്തമായി എല്ലാ ആയുധങ്ങളും ആയുധക്കലവറയൊക്കെ തന്നെ തുറന്നുകൊണ്ട് അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇറാൻ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഇതുവരെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തിരിച്ചടിയായിരിക്കും ഇനി നേരിടാൻ പോകുന്നതെന്നാണ് സൂചന. ടെൽ അവീവിനും ഹൈഫയ്ക്കും സമീപത്തുള്ള സൈനിക കേന്ദ്രങ്ങളിൽ ഡ്രോണുകളും മിസൈലുകളും ഉൾപ്പെടുന്ന സംയോജിത ആക്രമണം ഇറാനിയൻ സൈനിക കമാൻഡർമാർ മനസ്സിൽ കരുതിയിരിക്കുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വിവരം. ടെൽ അവീവിനെ തകർത്ത് നാശമാക്കുക, നിലംപരിശാക്കുക എന്ന ലക്ഷ്യം തന്നെയാണുള്ളത്. അതോടൊപ്പം ഇസ്രയേൽ ഭരണാധികാരിയായ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തലയെടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ദൗത്യവും അവരുടെ മുന്നിലേക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ പൊതുജനങ്ങളുടെ ജീവൻ എടുത്തു കഴിഞ്ഞാൽ അത് രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമായി മാറുമെന്നും യമൻ, സിറിയ, ഇറാഖ് എന്നിവിടങ്ങളിൽ നിന്നുള്ള സഖ്യസേനകളുമായി ചേർന്ന് സംയുക്തമായ ആക്രമണം നടത്തുമ്പോൾ ഈ രാജ്യങ്ങൾ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ പൊതുജനങ്ങളുടെ സുരക്ഷ കൂടി ഉറപ്പാക്കും. അത് പരിഗണിച്ചു കൂടി മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഏകോപിത ആക്രമണത്തിൽ തന്നെയാണ് ഇറാൻ മുന്നോട്ട് നീങ്ങുന്നത്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ മിസൈൽ ആക്രമണത്തിലാണ് കഴിഞ്ഞ ദിവസം ഹനിയെ കൊല്ലപ്പെട്ടത്. ഇറാന്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പെഷ്കിയാന്റെ സ്ഥാനാരോഹണത്തിനായി ഹനിയ എത്തിയതായിരുന്നു ഇറാനിൽ. അവിടെ വെച്ചാണ് ഹനിയെ കൊലപ്പെടുത്താനായി ഇസ്രയേൽ തിരഞ്ഞെടുത്ത സമയവും. അത് വളരെ മോശമായി പോയി എന്നാണ് പലരും വിമർശിക്കുന്നത്. ടെഹ്റാന്റെ വടക്ക് ഭാഗത്ത് അദ്ദേഹം താമസിച്ച വസതിയിലേക്കാണ് ഇസ്രയേൽ വ്യോമസേന ഇങ്ങനെ ഒരു മിസൈൽ വർഷണം നടത്തിയത്. ഹനിയെ കൂടാതെ ഒരു അംഗരക്ഷകനും ഇക്കൂട്ടത്തിൽ കൊല്ലപ്പെട്ടു. ഇന്ത്യൻ സമയം ഇന്നലെ പുലർച്ചെ 4 മണിക്കായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേൽ ആണെന്ന് ഹമാസ് ശക്തമായി തന്നെ ആ സമയം മുതൽ ആരോപിക്കുകയാണ്. മറ്റാരും ഇങ്ങനെ ഒരു ആക്രമണം നടത്താനായി മുതിരില്ല. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം അത് ഇസ്രയേലാണ്. ചതി നിറഞ്ഞ സയനിസ്റ്റ് ആക്രമണത്തിലാണ് ഹനിയെ ഇങ്ങനെ കൊല്ലപ്പെട്ടതെന്നും പ്രസ്താവനയിലൂടെ പറയുന്നു. പക്ഷേ ഈ ആരോപണങ്ങളോട് ഒന്നും പ്രതികരിക്കാൻ ഇസ്രയേൽ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. നേരത്തെ ഇസ്രയേൽ ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ ഹനിയുടെ മക്കളും കൊച്ചുമക്കളും അടക്കം കൊല്ലപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 1987 ഹമാസിന്റെ ഭാഗമായ ഹനിയെ 1989 ഇസ്രയേൽ ജയിലിൽ അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 3 വർഷം കഠിന തടവ് അനുഭവിക്കേണ്ടി വന്നു. അതിനുശേഷം 92 മോചിതനായി. 1992 ലെബനിലേക്ക് നാട് കടത്തപ്പെട്ടു. 1 വർഷം കഴിഞ്ഞ് പലസ്തീനിൽ തിരിച്ചെത്തി. 2003 ഇസ്രയേൽ അദ്ദേഹത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് പല ആക്രമണങ്ങൾ നടത്തിയിരുന്നു. അന്ന് കേവലം പരിക്കുകളോടെ രക്ഷപ്പെടുകയാണ് ചെയ്തത്. 2006 ഹനിയ പലസ്തീൻ പ്രധാനമന്ത്രിയായി മാറി. 2017 ഹനിയ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ സമിതി തലവനായി ചുമതല ഏറ്റെടുത്തു. അതിനുശേഷം ഇസ്രയേലിന് വലിയ വെല്ലുവിളി തന്നെയാണ് ഉയർത്തിക്കൊണ്ടിരുന്നത്. 62-കാരനായ ഹനിയ 2023 മുതൽ ഖത്തറിലായിരുന്നു താമസം. അഭയകേന്ദ്രവും അവിടെ തന്നെയായിരുന്നു. ലെബനനിൽ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഉന്നത കമാൻഡർ ഫൗദ് ഷുക്കറിനെ ഇസ്രയേൽ ഡ്രോൺ ആക്രമണത്തിൽ വകവരുത്തി മണിക്കൂറുകൾക്കുള്ളിലാണ് ഹനിയെയും കൊലപ്പെടുത്തിയത്. ചൊവ്വാഴ്ച ആയത്തുള്ള അലി ഖമൈനിയുമായി ഹനിയ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അങ്ങനെയുള്ള നീക്കത്തിനിടയിലായിരുന്നു ഈ ഒരു ആക്രമണം കൂടി ഇസ്രയേൽ കരുതിക്കൂട്ടി നടത്തിയതെന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. അതിനിടയിൽ തന്നെ ഹമാസിന്റെ സൈനിക വിഭാഗം മേധാവിയായ മുഹമ്മദ് ദെയ്ഷ് വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഒരു റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അത് ഇസ്രയേൽ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2024 ജൂലൈ മാസത്തിൽ നടന്ന വ്യോമാക്രമണത്തിലാണ് മുഹമ്മദ് ദെയ്ഷ് കൊല്ലപ്പെട്ടതായി പറയുന്നത്. ഇസ്രയേൽ ഈ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. BBC അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഹമാസിന്റെ ഭാഗത്തു നിന്നും വ്യക്തമായ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. ഖാൻ യൂണിസിൽ ജൂലൈ 13-ാം തീയതി നടന്ന വ്യോമാക്രമണത്തിലാണ് മുഹമ്മദ് ദെയ്ഫ് കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിക്കുന്നത്. എന്നാൽ മുഹമ്മദ് ദെയ്ഫിന്റെ മരണത്തെക്കുറിച്ച് ഒന്നും പ്രതികരിക്കാൻ ഈ ഘട്ടത്തിലും എന്തുകൊണ്ട് ഹമാസ് തയ്യാറാകുന്നില്ല എന്നുള്ളതും മനസ്സിലാകാത്ത ഒരു വസ്തുത തന്നെയാണ്. കഴിഞ്ഞ ഒക്ടോബർ 7-ാം തീയതി തെക്കൻ ഇസ്രയേലിലുണ്ടായ ആക്രമണത്തിന്റെ സൂത്രധാരൻ കൂടിയായിരുന്നു ഇയാളെന്ന് വേണം മനസ്സിലാക്കാൻ. 1200-ഓളം പേരാണ് ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്.
ഇസ്രയേലിൽ ഉണ്ടായിരുന്ന ഈ ഹമാസ് ആക്രമണം, ഹമാസിന്റെ അൽ ഖസാം ബ്രിഗേഡിന്റെ കമാൻഡറായിട്ടുള്ള മുഹമ്മദ് ദെയ്ഫ് ഗാസയിലെ ഹമാസ് നേതാവായിട്ടുള്ള യഹ്യ സിൻവറുമായി ചേർന്നുകൊണ്ട് സംയുക്തമായി തീരുമാനിച്ചെടുത്ത ഒരു പ്ലാൻ ആയിരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇസ്മയിൽ ഹനിയ, മുഹമ്മദ് ദെയ്ഫ്, യഹ്യ സിൻവർ എന്നീ 3 നേതാക്കളുടെ പേരുകളാണ് ഒക്ടോബറിലെ ആക്രമണത്തിന് പിന്നാലെ പല പത്രമാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്.